ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആയിഷ റളിയല്ലാഹു അൻഹ ജമൽ യുദ്ധത്തിൽ പങ്കെടുത്തത് സ്ത്രീകൾ സമൂഹത്തിൽ ഇറങ്ങി നേതൃസ്ഥാനങ്ങൾ ഏറ്റെടുക്കാൻ തെളിവാണോ എന്നതാണ് നമ്മുടെ ഇന്നത്തെ ദർസ്. ബാറക്കല്ലാഹു ഫീക്കും. ഷേഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ മിൻഹാജു സുന്നയിൽ 4-ാം വോള്യൂം 316-ാമത്തെ പേജിൽ, ആയിഷ റളിയല്ലാഹു അൻഹ യുദ്ധത്തിന് പുറപ്പെട്ടതല്ല, അവർ പുറപ്പെട്ടത് മുസ്ലിങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാക്കാനായിരുന്നു. എന്നാൽ ആ പുറപ്പാട് ഉപേക്ഷിക്കലായിരുന്നു ഉത്തമം എന്നവർക്ക് പിന്നീട് ബോധ്യപ്പെടുകയും ചെയ്തു. അവർ അവരുടെ പുറപ്പാടിനെക്കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം അവരുടെ തട്ടം നനയുമാറ് കരയുമായിരുന്നു. യുദ്ധത്തിന് പുറപ്പെട്ട മുൻഗാമികളെല്ലാം ഇപ്രകാരം അതിൽ ഖേദിച്ചിരുന്നു. ത്വൽഹ, സുബൈർ, അലി റളിയല്ലാഹു അൻഹു ഇവരെല്ലാം അതിൽ ഖേദിച്ചവരായിരുന്നു. ജമൽ ദിവസം യുദ്ധം ചെയ്യൽ ആയിരുന്നില്ല അവരുടെ ലക്ഷ്യം. എന്നാൽ അവരുടെ കണക്കുകൂട്ടലുകൾക്കപ്പുറം യുദ്ധം സംഭവിക്കുകയുണ്ടായി. ബാറക്കല്ലാഹു ഫീക്കും. ഇതാണ് ഷേഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ മിൻഹാജ് സുന്നയിൽ പറഞ്ഞത്. 316-ാം പേജ്, 4-ാം വോള്യത്തിൽ. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്യാനോ യുദ്ധം നയിക്കാനോ പോയതല്ല. അവരുടെ ലക്ഷ്യം മുസ്ലിങ്ങളിൽ ഐക്യം സ്ഥാപിക്കുക എന്നതായിരുന്നു. പക്ഷേ സംഭവിച്ചത് അനിയന്ത്രിതമായ യുദ്ധമായിരുന്നു. അലി റളിയല്ലാഹു അൻഹു, ത്വൽഹ ഇബ്നു ഉബൈദുല്ല, സുബൈർ ഇബ്നു അൽ അവ്വാം റളിയല്ലാഹു അൻഹു ഇവരാരും യുദ്ധം ലക്ഷ്യമാക്കിയിരുന്നില്ല. സാഹചര്യങ്ങൾ നിയന്ത്രണാതീതമായി മാറി യുദ്ധം സംഭവിക്കുകയായിരുന്നു. അവിചാരിതമായി സംഭവിച്ച ഈ യുദ്ധം തെറ്റെന്ന് മനസ്സിലാക്കി അവരെല്ലാവരും തൗബ ചെയ്തതാണ്. ബാറക്കല്ലാഹു ഫീക്കും. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച ഒരു നല്ല കാര്യമാണ് അവർ ചെയ്തതെങ്കിൽ അവർ തൗബ ചെയ്യുമോ? ഇല്ല. ആയിഷ റളിയല്ലാഹു അൻഹ തെറ്റാണെന്ന് മനസ്സിലാക്കി തൗബ ചെയ്ത് മടങ്ങി മരണം വരെ ഖേദിച്ച ഈ സംഭവത്തെ പുരുഷന്മാർക്ക് ആയിഷ റളിയല്ലാഹു അൻഹ നേതൃത്വം നൽകി സ്ത്രീകളെ സമൂഹത്തിൽ ഇറക്കാം എന്നതിനൊക്കെ തെളിവായി ഉദ്ധരിക്കുന്നത് തീർത്തും തെറ്റാണ്. ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ്. ഇസ്ലാമിൽ തെറ്റായൊരു വിഷയത്തെ നന്മയാക്കി മാറ്റുക, സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുക ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. അത് പരലോകത്ത് നമുക്ക് നഷ്ടമാകാം. ബാറക്കല്ലാഹു ഫീക്കും. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ ഈ ഖുർആനിലെ ആയത്ത്, നിങ്ങൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുക എന്ന ആയത്ത് ഓതുമ്പോഴൊക്കെ ഈ സംഭവത്തിന് ശേഷം ആയിഷ റളിയല്ലാഹു അൻഹ കരയുമായിരുന്നു. ബാറക്കല്ലാഹു ഫീക്കും. കാരണം അവർ ഈ നേതൃത്വം നൽകിയ വിഷയം അത് തെറ്റാണെന്ന് അവർക്ക് ബോധ്യമായി. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഈ രീതിയിലുള്ള നേതൃത്വം നൽകൽ പുരുഷന്മാരുടെ ഇടയിൽ അത് സ്ത്രീകൾക്ക് പാടില്ലാത്ത കാര്യമാണ്. ബാറക്കല്ലാഹു ഫീക്കും. എന്നാൽ സ്ത്രീകൾക്ക് ജോലി ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഇസ്ലാമിൽ സ്ത്രീകൾക്ക് അനുവദിക്കപ്പെട്ട ജോലികളുണ്ട്. അവർക്ക് ടീച്ചറാകാം. ആ ടീച്ചർക്ക് എന്ത് ചെയ്യാം? സ്ത്രീകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം. പിന്നെ നേഴ്സ്, ഡോക്ടർ എന്നൊക്കെ ഫർദ് കിഫായാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. ആ മേഖലയിലൊക്കെ മുസ്ലിം സ്ത്രീകൾ ആവശ്യമാണ്. ബാറക്കല്ലാഹു ഫീക്കും. പക്ഷേ ആ മെഡിക്കൽ കോളേജിൽ പോയി പഠിക്കുന്നവർ, ആ സ്ത്രീകൾ നല്ലോണം വിജ്ഞാനമുണ്ടാക്കിയിട്ട് മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ പാടുള്ളൂ. അവർക്ക് ഹിജാബിൻ്റെ നിയമങ്ങൾ അറിയണം, ഹിജാബ് ധരിക്കുന്നവരായിരിക്കണം, അന്യ പുരുഷന്മാരോട് ഇടകലരുമ്പോഴുള്ള നിയമങ്ങൾ അറിയണം. ഇതൊക്കെ ശരിക്കും മനസ്സിലാക്കിയിട്ടാണ് ഒരു മെഡിക്കൽ കോളേജിൽ പോയിട്ട് സ്ത്രീ ഡോക്ടറോ അല്ലെങ്കിൽ നഴ്സിംഗ് വിഭാഗം പഠിക്കുന്നവർ നേഴ്സോ ആകേണ്ടത്. ബാറക്കല്ലാഹു ഫീക്കും. അതേപോലെ സ്ത്രീകൾക്ക് ദഅവത്തും ചെയ്യാം.
അവിടെയൊക്കെ ശരീഅത്ത് നിയമങ്ങൾ പാലിച്ചിട്ടായിരിക്കണം ചെയ്യേണ്ടത്. എന്നാൽ സമൂഹത്തിൽ പുരുഷന്മാരുമായി ഇടകലർന്ന് അവർ കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോൾ, അത് ദഅവത്താകട്ടെ അല്ലെങ്കിൽ ജോലിയാകട്ടെ എന്തുമാകട്ടെ, അവിടെ ഹിജാബിൻ്റെ നിയമങ്ങളൊന്നും ശരിക്കും പാലിക്കാതെയാണ് ചെയ്യുന്നതെങ്കിൽ അത് ഒരു സ്ത്രീക്ക് അനുവദനീയമല്ല. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് സ്ത്രീ ഹിജാബിൻ്റെ നിയമങ്ങൾ പഠിച്ച് പുരുഷന്മാരുമായി ഇടകലരാതെ മാത്രമേ ഒരു സ്ത്രീ സമൂഹത്തിൽ പ്രവർത്തിക്കാൻ പാടുള്ളൂ. അൽഹംദുലില്ലാഹ്, ഇന്ന് നമുക്ക് ഓൺലൈനിലൂടെ വിദ്യാഭ്യാസം നേടാം, ജോലി ചെയ്യാം. അപ്പോൾ ഓൺലൈനിലൂടെ ചെയ്യുമ്പോൾ അത് സുരക്ഷിതമാണ്. അവിടെ ഇടകലരുന്ന വിഷയങ്ങൾ വരുന്നില്ല. ബാറക്കല്ലാഹു ഫീക്കും. അതിലൂടെ നല്ല രീതിയിൽ ഒരു സ്ത്രീക്ക് സമ്പാദിക്കാനും കഴിയും. ബാറക്കല്ലാഹു ഫീക്കും. നമുക്കിവിടെ നിർത്താം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.